ഹലോ നമസ്കാരം. അപ്പോൾ അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ രാത്രി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും കണ്ടു കാണും. ഇത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു കോമ്പറ്റീഷനിലൂടെ ഒരു 20 പേർ അതിൽ നിന്നും എലിമിനേറ്റായി വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള 20 പേരിൽ നിന്നും 3 ടീമിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അഖിൽ മാരാറിന് 6 പേരും ബാക്കി 2 പേർക്ക് 7 പേരും വെച്ചിട്ട് 20 പേരെ 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും ഓരോ ടീമിനും ഓരോ ടാസ്കുകൾ കൊടുത്തിട്ട് ഓരോ വിന്നറെ ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ പെൻഡൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് ഒരുപാട് യൂസസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്കത് വരുന്ന എപ്പിസോഡിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൽ വിജയികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ വിന്നറായിട്ട് പ്രണവ് എസ്, തിരുവനന്തപുരത്ത് നിന്നും പ്രണവാണ് വരുന്നത്. രണ്ടാമത്തത് പാർവതി നാരായണനാണ് വരുന്നത്. മൂന്നാമത്തത് ഷിജിൻ എസ്. ഇവർ 3 പേരും തിരുവനന്തപുരംകാരാണ്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ ഈ പുറത്ത് നിൽക്കുന്ന 20 പേർക്കൊരു ചാൻസ് എന്തായാലും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അവർക്കൊരു ചാൻസ് ഉണ്ടാവും. അവരിൽ നിന്നും ഇതുപോലെ ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവർക്ക് കിട്ടിയ അത്രയും ചാൻസസ് കിട്ടില്ലെങ്കിൽ കൂടി അവർക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്ത് അതിൽ നിന്നും മാക്സിമം ആൾക്കാരെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 1, 2, 3 പേരെ ഇതുപോലെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഈ പുറത്ത് നിൽക്കുന്നവരെ ഈ 3 പേരെ കൂടാതെ ആ ടീമിലുള്ള ആദ്യം ഔട്ടായ കുറച്ച് പേരെ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഡേഞ്ചർ സോണിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡേഞ്ചർ സോണിൽ നാളെ ഈ പുറത്ത് നിൽക്കുന്ന 20 പേർക്ക് ഒരു ചാൻസ് കൊടുക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 20 പേരിൽ നിന്നും ജയിച്ച് വരുന്നവർ മേ ബി ഈ ഔട്ട് ഹൗസിലേക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ആവുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഔട്ട് ഹൗസിലുള്ള മെമ്പേഴ്സിന് എല്ലാവരും ഓരോ ഡേഞ്ചർ സോണിൽ കിടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാവർക്കും കൂടി പുതിയൊരു ടാസ്ക് കൂടെ വെച്ച് അതിൽ നിന്ന് പിന്നെയും ഫിൽട്രേഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം ഗൈസ്. അപ്പോൾ ഇത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരും. സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.